ഹായ് സ്റ്റുഡൻറ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. യെസ്, നമ്മളുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എത്രത്തോളം കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ബെനഫിറ്റ്സ് എന്താണ്, ലോട്ട് ഓഫ് തിങ്സ് യു ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ദെൻ ഈ ചാപ്റ്റർ ആവാം. ഓക്കെ, അപ്പൊ അതിലോട്ട് പോകുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ. സോ നമുക്കറിയാം ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ, എക്സാമിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതർ ചാപ്റ്ററിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, ഞാൻ TMA സെക്ഷനിൽ ഏതാണ് ബൈഫർക്കേഷൻ ഞാൻ കാണിച്ചു തന്നായിരുന്നു, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് കൂടെ ഇല്ല. ഓക്കെ, പ്രോബ്ലംസ്. അപ്പൊ നമുക്കെന്താ പറയുന്നത്, ഈസി ജോബ് വി ക്യാൻ ഗെറ്റ് എന്ത് അക്കൗണ്ടിങ് പഠിക്കുന്നതിലൂടെ. ഇത് പഠിച്ചു ഓർക്കുന്നുണ്ടടാ? വാട്ട് ഈസ് ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്? എന്തൊക്കെയാണ് റോള്, പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഓരോ കാര്യങ്ങൾ. അഡ്വാൻറ്റേജസ് കമ്പ്യൂട്ടറുടെ അക്കൗണ്ടിങ് സിസ്റ്റം, എന്താണ് അതിന്റെ പാർട്സ്, കാര്യങ്ങൾ, ഡിസഡ്വാൻറ്റേജ്, എവറിഥിങ് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഡിഫറൻസ്. അപ്പൊ നമ്മളുടെ ഏത് ടോപ്പിക്കാണ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. There are two types of softwares. First one ആണ് റെഡിമെയ്ഡ്. റെഡിമെയ്ഡ് എന്ന് പറയുന്നത് ടാലി പോലുള്ള സോഫ്റ്റ്വെയർ. അത് ആൾറെഡി ഇൻബിൽട്ട് ആയിട്ടാണ് വന്നിരിക്കുകയായിരിക്കും. ചിലടാ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ചില അതുകൊണ്ട് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ നോക്കണം, പല പല കമ്പനീസ് ഉണ്ട്. ഇപ്പോ നമ്മുടെ റിയൽ എസ്റ്റേറ്റിന് ഒരു അക്കൗണ്ടിങ് രീതി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ബിസിനസ്, അതിനൊരു അക്കൗണ്ടിങ് രീതി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയാ, മറ്റുള്ള ഫോം കൺസൾട്ടൻസി. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ആക്ച്വലി സ്പെസിഫൈഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഈ ടാലി പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ എന്താ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മാത്രം ബേസ് ചെയ്ത് ആൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പറയുന്ന പേരാണ് റെഡിമെയ്ഡ് ഷർട്ട് പോലെ. അതിന്റെ നമ്മൾ നോക്കിക്കോ, അഡ്വാൻറ്റേജ് പറഞ്ഞു, റെഡിമെയ്ഡ്സ് ആർ എക്കണോമിക്കൽ, പൈസ ഒരുപാട് കുറവായിരിക്കും. പൈസ റെഡിമെയ്ഡ്സ് ആർ അവൈലബിൾ ഓഫ് ഷെൽഫ്, അതിങ്ങനെ ഷെൽഫിൽ നിന്ന് നേരെ എടുത്ത് തരുന്ന അത്ര ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താ, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, വെറുതെ ഉണ്ടാക്കിയതല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല എന്താ പറയാ, നല്ല CA-കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ലൈക്ക് എനി അതർ പ്രൊഡക്റ്റ് റിക്വയർമെന്റ്. ഓക്കെ, പിന്നെ മെയിൻ്റെനൻസ് ആവശ്യമാണ്. പിന്നെ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആർ യൂസ്ഡ് ബൈ നമ്പർ ഓഫ് യൂസേഴ്സ്. കുറെ ആൾക്കാരുണ്ടാവും, നമ്മൾ മാത്രമൊന്നുമില്ല, കുറെ ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും എന്ത് റെഡിമെയ്ഡ്. അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് രണ്ടെണ്ണം പറഞ്ഞു. ഓക്കെ, സെക്കൻഡറി ബാക്കപ്പ് ഇല്ല. അടുത്തതാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. അടുത്തതാണത് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. What is customized? The term customized software means making changes in the ready-made software to suit a specific requirement of user. Okay, ഇവിടെ യൂസർ എന്ന് പറഞ്ഞാൽ ആരാണോ അത് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന ആളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച്, ആവശ്യാനുസരണം അവരുടെ ആ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ നമ്മുടെ യൂസ് ചെയ്യുന്നത്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, ആവശ്യാനുസരണം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിലായിട്ട് കൊടുക്കും. ദാറ്റ്സ് ടൈപ്പ് ഓഫ് എന്താ പറയുന്നത്, സോഫ്റ്റ്വെയർസ് ആർ കോൾഡ് what computer software. Making a user specific ആണ്, the software is availed off shelf is modified to suit a requirement of user. For example, design of invoice changed to specification of the user. ഓക്കെ, എന്താ പറയുക, സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ദ ഡെവലപ്പർ ന്യൂ ടു ദ സ്പെസിഫിക്കൽ റിക്വയർമെന്റ്. അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത് എന്തെങ്കിലും ആണ്. ഇപ്പൊ ബാങ്കിങ് സോഫ്റ്റ്വെയർ, ഇപ്പൊ ബാങ്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ടാലും നല്ല ഉപയോഗിക്കും. അവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ SBI അവർക്ക് പിന്നെ ഓരോരുത്തരും, ബാങ്ക് എന്ന് പറയുന്നത് വലിയൊരു സെക്ടർ അല്ലേ, അപ്പൊ അവരൊക്കെ സ്വന്തമായിട്ട് തന്നെ വേറൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, പിന്നെ can modify the already software
However, the user had to bear the cost of such changes. എന്നാലും അതിനെന്തുണ്ടാവും, ഒരു എക്സ്ട്രാ കോസ്റ്റ് വരും. ഇപ്പൊ ടാലന്റഡ് നമുക്കിപ്പോ പറയട്ടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും. നോർമലി നമ്മൾ റെഡിമെയ്ഡ് പോലെയല്ല, എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് അതിന് വരും. ഓക്കെ. However, the user has to bear that cost of surgery. The advantage of disadvantage are also customized. എടാ നമ്മൾ അതിന് കുറച്ചുകൂടെ എക്സ്ട്രാ കോസ്റ്റ് വരും. The advantage and disadvantage of ready-made software are also the advantages of customer software. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ പറഞ്ഞില്ലേ, അത് ആരുടെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറിന്റെയും എന്താണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. ഓക്കെ. അപ്പൊ അതാണ് എന്ത് രണ്ടാമത്തെ. അപ്പൊ അതായത് ചെറിയൊരു മാറ്റം, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ചെറിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് എന്ത് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. എന്താണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഇനിയാണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. എന്താണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ? എന്താണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ? റെഫേഴ്സ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് യൂസർ സ്പെസിഫിക് സോഫ്റ്റ്വെയർ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ബാങ്കിന് മാത്രമായിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് പറയുന്നത് സ്പെസിഫിക് സോഫ്റ്റ്വെയർ. ദീസ് സോഫ്റ്റ്വെയർസ് യൂസർ സ്പെസിഫിക് ആൻഡ് ആർ നോട്ട് അവൈലബിൾ ഓഫ് ദ ഷെൽഫ് but are developed to meet the requirement of user on basis of the specificity of the user and developers. ഡെവലപ്പേഴ്സ് അവരുടെ എന്താ പറയുന്നത് നമ്മുടെ ആപ്പ് നിർമ്മിക്കുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ നിർമ്മിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലടാ. ഈ നിർമ്മിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് ഇല്ലോ അല്ലടാ എന്ത് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ സ്പെസിഫിക് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ബാങ്കിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അഡ്വാൻറ്റേജസ്. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ? ഇറ്റ് മീൻസ് യൂസർ സ്പെസിഫിക്. ഫസ്റ്റ് തന്നെ സ്പെസിഫിക് ആണ്. ഒരിക്കൊന്നുകൂടെ സിമ്പിൾ ആയിരിക്കും കാര്യം. ടേക്ക് കെയർ ദ അക്കൗണ്ടിങ് റിപ്പോർട്ട് ആൻഡ് MIST റിപ്പോർട്ട് യൂസർ ആൻഡ് ദ മാനേജ്മെന്റ് റിപ്പോർട്ട്. പല പല റിപ്പോർട്ട്സും ഉണ്ടായിരിക്കും. ഇപ്പൊ ബാങ്കിന് വേണ്ട റിപ്പോർട്ട്സ് ആയിരിക്കും ബാക്കിയുള്ള ഓർഗനൈസേഷൻസിനാവും. അപ്പൊ ഒരു ഇപ്പൊ നോക്കാം ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ. അപ്പൊ എത്ര കസ്റ്റമേഴ്സ് വന്നു, അങ്ങനെ പല പല എന്താ സെക്ടേഴ്സിന് ഡിഫറെന്റ് റിപ്പോർട്ട്സുകൾ ആവശ്യം ഉണ്ടാവും. അവരുടെ ബിസിനസ് വളർത്താനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും ടാക്സ് അടക്കാനും അങ്ങനെ മെനി പേർപ്പസസ് ഉണ്ടാവും. അങ്ങനത്തെ ആ പേർപ്പസസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എന്താണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് യൂസറും ഡെവലപ്പേഴ്സും രണ്ടാളും കൂടി ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ? യൂസർ സ്പെസിഫിക്. യൂസറിന് അനുസരിച്ച് ഉണ്ടാക്കുന്നത് യൂസർ. ഓക്കെ. ആവശ്യമായിട്ടുള്ള എന്താ പറയാ റിപ്പോർട്ട്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ്. ഈ രണ്ടാമത് സോഫ്റ്റ്വെയർ മെയ്ഡ് ടൈലർ മെയ്ഡ് എന്റർപ്രൈസ് വേ ടു എൻഗേജ് സോഫ്റ്റ്വെയർ എൻജിനീയർ ടു മെയിൻറ്റെയിൻ. എടാ നോക്കട്ടെ, ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാകുമ്പോൾ ഒരു സ്വന്തം സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ വെരി ടഫ്. ഓക്കെ. അപ്പൊ നോക്കട്ടെ, ഇത് മെയ്ഡ് ചെയ്യുക എന്റർപ്രൈസ് ഹാവ് ടു എൻഗേജ് സോഫ്റ്റ്വെയർ എൻജിനീയർ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഓക്കെ. ടൈലർ മെയ്ഡ് എന്റർപ്രൈസ് ഹാവ് ടു. എന്റർപ്രൈസ് ആണ് അത് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവിടെ ഇതിന്റെ ഡാറ്റ സ്റ്റോറേജ് ഒക്കെ ആരെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മൾ തന്നെ. എന്റർപ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ് റൺ ചെയ്യുന്നത് ആരാണോ അവരാണ് എന്റർപ്രൈസ്. വെൽ ട്രെയിൻഡ് യൂസേഴ്സ് യൂസ് സോഫ്റ്റ്വെയർ ആൻഡ് therefore they can maximize the സോഫ്റ്റ്വെയർ യൂട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫൈ ആയിട്ടുള്ളതുകൊണ്ട് ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെയാണോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ആ രൂപത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് ഡിഫറൻസ്? The cost of the software is much higher than the cost of the ready-made software or a customized software. എന്താണ് ഒരുപാട് ചെലവ് കൂടുതൽ, ലക്ഷങ്ങളാണ് അതിൻ്റെ ഡെവലപ്പേഴ്സ്. സോ ചെലവ് കൂടുതൽ. In the case of accounting personnel leaves job, to take some time before the new person becomes fully conversant with the software. എടാ നോക്കി, അക്കൗണ്ടന്റ് പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ട്. ടാലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടാലി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മനസ്സിലായോ? സോ അറിയുന്ന ആളെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ബട്ട് ഇൻ ദിസ് കേസ് സ്പെസിഫിക് ആകുമ്പോൾ അതിന്റെ എന്താ പറയുക ഇക്വേഷൻസ്,
അതിൻ്റെ എന്താ പറയുക ടെക്നിക്കൽ സ്കിൽസ് പഠിച്ചെടുക്കാൻ വേറൊരാൾ അപ്പോയിന്റ് ചെയ്താൽ ലിറ്റിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓർ ഹയർ ദാൻ ദ എന്താ പറയുക കേസ് ഓഫ് റെഡിമെയ്ഡ്. ഒന്നുകൂടെ എന്താണ് കോസ്റ്റ് ഒക്കെ ഒന്നുകൂടെ കൂടുതലാണ്. ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ പറയാം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളത് ബിൽഡ് ചെയ്യാനുള്ളതിന്റെ കോസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ ഡെവലപ്മെന്റ്, അത് ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തി കൊണ്ടുപോകേണ്ടതാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസിഷൻ ഓഫ് ദ സെലക്ഷൻ ഓഫ് ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇങ്ങനത്തെ പലതരം സോഫ്റ്റ്വെയർസ് അവൈലബിൾ, ലോട്ട് ഓഫ് മെനി എന്താ പറയുക ഇങ്ങനത്തെ കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ എന്താ പറയുക സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് to consider some factors before sourcing an accounting software. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മൾ എന്താ പറയുക നമ്മൾ സോഴ്സ് ചെയ്യുന്നത്, അതായത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ് ഫസ്റ്റ്? ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഫ്ലെക്സിബിലിറ്റി? എന്താ ഫസ്റ്റ്? ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ് ഈ റെസ്പെക്ട് ഓഫ് ഡാറ്റ റിട്രീവൽ ആൻഡ് ഡാറ്റ ജനറേഷൻ റിപ്പോർട്ട്. കാരണം നമ്മുടെ ഒരു ഡാറ്റ റിപ്പോർട്ടൊക്കെ കിട്ടാൻ മണിക്കൂർ കണക്കിന് കിട്ടും. ഫ്ലെക്സിബിൾ പെട്ടെന്നായിരിക്കണം റിപ്പോർട്ട് വേണമെന്ന് റിപ്പോർട്ട്, റിട്രൈവ് ചെയ്യണമെന്ന് റിട്രൈവ് ചെയ്യണം, ജനറേറ്റ് ഏത് റിപ്പോർട്ട് വെച്ചാൽ അപ്പം എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കണം, അങ്ങനെ എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ പോലെ the user should be able to run software on a variety of computer environment and mechanisms. ഏത് ഒരൊറ്റ കമ്പ്യൂട്ടറിലായിരിക്കും അല്ല പല മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. That is only configuration of availability of the system. Okay, yes. And that is only the configuration of it. So നമ്മുടെ ടാലി എന്ന് പറയുന്നത് നമുക്ക് ക്ലൗഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ക്ലൗഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ എന്താ ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് കുറെ ആൾക്കാർക്ക് ടാലിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബിസിനസ് പറഞ്ഞൊരു ടീമാണ്. ഒരാൾക്ക് മാത്രമായിട്ട് അക്കൗണ്ടിങ്ങിന് എന്തായാലും ഒരാൾ സ്പെസിഫിക് ആയിട്ട് മേടിക്കില്ല. അപ്പോൾ മേടിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഫ്ലെക്സിബിൾ എന്നാണ് എന്താ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. കൈ ഫ്ലെക്സിബിൾ എന്നാണ് എന്താ വൈഡ് ഇരിക്കാൻ പറ്റുന്നത്, അതാണ് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി. പക്ഷെ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചില്ല ഏത് കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫ്ലെക്സിബിലിറ്റി. ഇനി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റെനൻസ് എന്താ പറഞ്ഞ these must be considered the cost of accounting software. Cost of accounting software, it is relevant hardware and maintenance cost of addition, double training of staff, updating of the data failure are negotiable within ability of an organization to afford it. പിന്നെ നോക്കണം എന്ത് നോക്കണം? കോസ്റ്റ് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ. ഇപ്പൊ സ്വന്തമായിട്ട് നമ്മൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ നോക്കണം? അതായത് നമ്മളിത് ചെക്ക് ചെയ്യണം എന്ന് പറയും. അതായത് ഒരു സോഫ്റ്റ്വെയർ പല കുറഞ്ഞ നമുക്ക് പെട്ടെന്ന് ചീപ്പായിട്ടുള്ള കോസ്റ്റ് ഇതുണ്ട്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരിക്കും, നമുക്ക് അത് അഫോർഡബിൾ ആണ് നോക്കാനാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ വെരി ഡിഫിക്കൽട്ട് ആൻഡ് വെരി ഹൈ എമൗണ്ട് ഓഫ് റിക്വയർഡ്, വെരി എമൗണ്ട് നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ആളുകളുണ്ടോ, ആവശ്യമായിട്ടുള്ള പണമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്പൊ അത് ശ്രദ്ധിക്കും. 3, സൈസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇവിടെ ഒരു പെട്ടിപ്പീഡിയക്ക് ടാലി ആവശ്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ് ഒരു 10 ലക്ഷം വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടോ പെട്ടിപ്പീഡിയക്ക്? ഒരു ഭാരത്തുള്ള പെട്ടിപ്പീഡിയക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിംഗ് സിസ്റ്റം മസ്റ്റ് ബി അക്കോർഡിംഗ് ടു സൈസ് ഓഫ് ഓർഗനൈസേഷൻ, യൂസർ റിക്വയർമെന്റ്. എത്ര ആളുകളാണ് അവ വർക്ക് ചെയ്യുന്നത്, എത്ര ആളുകൾക്ക് ഈ അക്കൗണ്ട്സിന്റെ ആവശ്യമുണ്ട്, എത്ര ആളുകളാണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്, എത്ര ആളുകൾ ഓർഗനൈസേഷൻ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്, ഏത് ടൈപ്പ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്, എങ്ങനത്തെ വേണം, സ്പെസിഫിക് വേണം, അത് നമ്മൾ എന്താ പറയാ റെഡിമെയ്ഡ് മേടിച്ചാൽ മതി, എങ്ങനത്തെ സ്വീകരിക്കും, ഏത് പിന്നെ എന്താ മാർക്കറ്റിൽ there are lot of many software ഇത് സെലക്ട് ചെയ്യണം. ഇതിലെ 3ാമത്തെ പോയിന്റ് ആണ് സൈസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോ അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പൊ സൈസ് ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓഫ് അഡാപ്റ്റേഷൻ ആൻഡ് ട്രെയിനിങ്. സം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആർ യൂസർ ഫ്രണ്ട്ലി വിത്ത് സിമ്പിൾ ട്രെയിൻ ടു യൂസ്. ഇപ്പൊ ചില ഇതൊക്കെ നമ്മൾ എന്തായിരിക്കും, ചില നമുക്കറിയാലോ ചില സോഫ്റ്റ്വെയർസ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, പെട്ടെന്ന് യൂസ് ചെയ്യാനും കാര്യങ്ങൾ പറ്റുന്നതായിരിക്കും. ഓക്കെ, however some other complex software package ചിലതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും.
അങ്ങനെ അപ്പോൾ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും നമ്മൾ സെലക്ട് ചെയ്യരുത്. അതൊക്കെ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകളാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെക്ടേഷൻ. അത് ഈസി ടു യൂസ് ആയിരിക്കും. അതാണ് ഒന്നാമത്. എക്സ്പെക്ടേഷൻ ഓഫ് സീക്രസി സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ. എത്രത്തോളം സീക്രട്ട് ആയിരുന്നു. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് സിസ്റ്റം are also important. Software should ensure that it will prevent unauthorized access and manipulation of data. മാനിപ്പുലേഷൻ, നമ്മുടെ അക്കൗണ്ട്സ് ഒരാൾ ഹാക്ക് ചെയ്യണം, അതുപോലെ തന്നെ അത് വേറെ ഒരാൾ ഉപയോഗിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഇൻ ടൈലർ സോഫ്റ്റ്വെയർ നമ്മൾ 3 ടൈപ്പ് കൊടുത്തു. ടൈലർ സോഫ്റ്റ്വെയർ the users are right restrict according to department and their accounting software. അത് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അക്കൗണ്ട്സിനെ പറ്റി അറിയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, അത് കൊടുത്താൽ മതി. പിന്നെ exporting and or importing of data facility. The software also should easy data transfer. ഇവിടെ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതി ഇറക്കുമതി അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിന് പല ഫോർ എക്സാമ്പിൾ ടാലി നമ്മുടെ എക്സലിലോട്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ എക്സലിന് ടാലിയിലോട്ട് കൊണ്ടുവരിക, ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറയും. അല്ലാതെ നമ്മുടെ നോർമൽ ലൈഫിലുള്ള ഇന്റർനാഷണൽ എക്സ്പോർട്ട് ആയിട്ട് അങ്ങനെ കയറ്റുമതി ഇറക്കുമതി അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു സോഫ്റ്റ്വെയറിന് മറ്റൊരു സോഫ്റ്റ്വെയറിന് ടാലി അതുപോലെ തന്നെ എക്സൽ എന്നൊക്കെ കേട്ടിട്ടുള്ള എക്സൽ കേട്ടിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ടാലി സോഫ്റ്റ്വെയറിന് ഡാറ്റ എക്സലിലോട്ട് എക്സലിന് ടാലി അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുറച്ചൊക്കെ പോയിന്റ്സ് പറയുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, ഇതിന്റെ ഷോർട്ട് ഫോം വരുമ്പോൾ TPS is the first stage of computerized system accounting. അപ്പോൾ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻസ് പ്രോസസ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ്. ദ പർപ്പസ് ഓഫ് TPS. TPSന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. റെക്കോർഡ് ആൻഡ് വാലിഡേറ്റ് ആൻഡ് സ്റ്റോർ ദ ഡാറ്റ ടു observe the various functions areas in which subsequent retrieve the usage. നമ്മുടെ അപ്പോൾ TPSന്റെ എന്താണ്? റെക്കോർഡ് ചെയ്യുക, നമ്മൾ എൻ്റർ ഇട്ടാൽ അത് റെക്കോർഡ് ചെയ്യുക, അത് പ്രോസസ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, ഇത് മനസ്സിലാക്കുക, വാലിഡേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? റിട്രീവിനനുസരിച്ച് ഇത് എപ്പോഴാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് റിട്രീവ് ചെയ്ത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതൊക്കെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി, അപ്പോൾ ഡാറ്റ വാലിഡേഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. In one of the transaction processing system എന്ന് പറയുന്നത് which is concerned with financial transaction. Financial transactions മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. When system only human resource is called manual system. System മാനുവലായിട്ട് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാനുവൽ സിസ്റ്റം വരും. When it use only computer resource, it is called computer system. കമ്പ്യൂട്ടറോടെ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. ഡെഫിനിഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു. And when it is both human and the computer resources is called computer based system. So നമ്മുടെ 3 ഇതുണ്ട്. ഒന്ന് പറയുന്നത് മാനുവൽ സിസ്റ്റം. മാനുവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ. ഓക്കെ, പിന്നെ എന്തുണ്ടാവും? when it is only computer it is called computerized system. ഓക്കെ, നമ്മുടെ ഇവിടെ ശരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മേബി MCQ ഒക്കെ ഡൗട്ട് വരാൻ കഴിയും. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറൈസ്ഡ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം, കമ്പ്യൂട്ടർ ഓൺലി, കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ ആണ് ATM. ATM ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് അവിടെ വേറൊരു ഹ്യൂമൻ ഉണ്ടോ? ഫുൾ കമ്പ്യൂട്ടർ ആണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ദാറ്റ്സ് കോൾഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. പിന്നെ എന്താ പറയുക, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് നോക്കണം. അപ്പൊ ടാലി പ്ലസ് ഒരു അക്കൗണ്ട് ഏരിയയുടെ വെച്ചിട്ടാണ് നമ്മൾ കുറെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്നത്. സോ അതെന്തിന് എക്സാമ്പിൾ? കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. സോ അക്കൗണ്ടിങ്ങിന് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ATM പോലെ. ഓക്കെ, this test can be explained with an example of automated trading machine facility of bank. നമുക്കറിയാം ATMന്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. എന്താണ് ATMന്റെ ഫുൾ ഫോം? ഓട്ടോമേറ്റഡ് ടെല്ലർ. അതായത് പഠിച്ചോ, തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം. ഫസ്റ്റ് ഒന്നാണ് ഡാറ്റ എൻട്രി.
Processing perceived data entry. A bank customer operates an ATM facility to make withdrawal. The transaction between customers constitutes data which is processed after the validation of the process. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ആണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിഡ്രോ ചെയ്യാൻ ചെയ്യണം, നമ്മുടെ ATM ൽ എന്ത് ചെയ്ത് വിഡ്രോ ചെയ്യാം, നമുക്കൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര രൂപ? 10,000. അപ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, ATM കാർഡ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ഡാറ്റ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്തു. രണ്ടാമത്താണ് ഡാറ്റ വാലിഡേഷൻ. രണ്ടാമത്തെ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് അക്യുറൻസി reliability input of comparing the same known as the validation made error detection, the error correction proceed. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ പിൻകോഡ് ഇപ്പോൾ അല്ലേ നമ്മൾ പിൻകോഡൊക്കെ അടിച്ചിട്ടാണല്ലോ ഒരു ഡാറ്റ എന്ത് ചെയ്യുന്നത്, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമല്ലോ, ഈ ATM പൈസ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇൻകറക്റ്റ് എന്താ പറയുക, ഡാറ്റ വാലിഡേറ്റ് ചെയ്യും. നിങ്ങളുടെ ATM കാർഡാന്നുള്ള ഒന്നാമത്തെ പ്രശ്നം, പിന്നെ നിങ്ങൾക്ക് അതിന്റെ പിൻകോഡ് അറിയോ എന്നുള്ളത് രണ്ടാമത്തെ. അപ്പൊ നോക്കണേ, അങ്ങനെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യണം. അപ്പൊ പിൻകോഡ് നമ്പറാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യും, അല്ലാതെ നിങ്ങൾക്ക് എറർ കാണിക്കും. അതാണ് എറർ ഡിറ്റക്ഷൻ. ഇപ്പൊ കൺട്രോൾ മെക്കാനിസം, അവിടെ ഒരു കൺട്രോൾ, അപ്പൊ അതിലൊരു ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ ആയിട്ട് നിങ്ങൾ അടിക്കുന്ന ഡാറ്റ ചെയ്യും. ആക്ച്വൽ ഇൻപുട്ട് കൺട്രോൾ ടു പ്രീ ഡിറ്റർമിൻഡ് ഒന്നാണ് നമ്മൾ ആൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, എറർ ഓരോ കറക്ഷൻ. ഓക്കെ, അതുപോലെ പിൻ ഐഡന്റിഫിക്കേഷൻ, പിൻ ഓഫ് കസ്റ്റമർ വാലിഡേഷൻ നോൺ ദ ഡാറ്റ ഇറ്റ് ഇൻകറക്റ്റ് സജഷൻ ഇൻഡിക്കേറ്റ് ഇൻവാലിഡ് പിൻ. അങ്ങനെ വെച്ചാൽ എന്താ, ഇപ്പൊ പിന്നൊക്കെ തെറ്റടിച്ച് ഇൻവാലിഡ് പിന്നെയാണ്. അപ്പൊ എന്താ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് കറക്റ്റാ, ഡാറ്റ തന്നിരിക്കുന്നുണ്ട്, കറക്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഡാറ്റ എൻട്രി, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഡാറ്റ വാലിഡേഷൻ, മൂന്നാമത്തെ പ്രോസസ്സിംഗ് ആൻഡ് റിവാലിഡേഷൻ. പ്രോസസ്സ് ചെയ്യും വേണം, റിവാലിഡേറ്റ് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യും. എന്താണത്? The processing of data occurs available instantly and in case of a one-time transaction. Okay, online transaction processing ആണ് OLTP. അപ്പോൾ നോക്കിക്കോ, ഈ എന്താ പറയുക പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ റിവാലിഡേഷനും ഇതൊക്കെ ഒരുമിച്ചാണ് കണ്ടത്. ഇങ്ങനെ സെപ്പറേറ്റ് അല്ല, നമ്മൾ അടിക്കുമ്പോഴത്തേനൊക്കെ അപ്പപ്പാണ് നടക്കും. പ്രൊവൈഡ് ദ വാലിഡ് ഡാറ്റ ഹാസ് ബീൻ ക്രിയേറ്റഡ്, കറക്റ്റ് ആണോ എന്ന് ചെയ്തിട്ടുള്ളത് ഡാറ്റ. ഈ OLTPയുടെ ഫുൾ ഫോം ആണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. This is called check input validation. അതുപോലെ തന്നെ the validity of occurs to ensure that the transaction of delivery of money it has been completed. അത് കറക്റ്റ് ആയിട്ട് പൈസ കിട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതാണ് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ചെക്ക് ഔട്ട്പുട്ട് വാലിഡിറ്റി. അതായത് നമുക്ക് കിട്ടിയോന്നും വാലിഡ് ചെയ്യണം, പൈസ ഇയാളുടെ കയ്യിൽ അത് എത്തി എന്നുള്ളതും വാലിഡേറ്റ് ചെയ്യും. അത് രണ്ട് കാര്യം. അടുത്ത സ്റ്റെപ്പാണ് സ്റ്റോറേജ്. എന്താ സ്റ്റോറേജ്? Processing actions are described as result into financial transaction data. That is withdrawal of money. Withdrawal of money ആണല്ലോ നമ്മൾ പറയുന്നത് ഒരു ATM ൽ. A particular customer has stored this transaction data with customary personal transaction. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരാണ് എത്ര രൂപയ്ക്ക് എത്ര മണിക്കാണ് ഇത് വിഡ്രോ ചെയ്തെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത്. അടുത്തതാണ് ഇൻഫർമേഷൻ. The stored data is processed to make use of storage facility പ്രൊഡ്യൂസ് ഡിസൈഡ് ഇൻഫർമേഷൻ. നമ്മൾ പല ആവശ്യ ഇൻഫർമേഷൻ ഇത് യൂസ് ചെയ്യൂടെ വേണം. അതായത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യൂടെ വേണം. ഓക്കെ, അതായത് ഇപ്പോൾ പൈസ വിഡ്രോ ചെയ്തെങ്കിൽ അത്രയും ബാങ്ക് ബാലൻസ് അവിടെ കുറക്കും വേണം, അത് ചെയ്യുന്നുണ്ടാവും ഓട്ടോമാറ്റിക്. പിന്നെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പോർട്ട് ക്യാൻ ബി സ്പ്രെഡ് ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ കണ്ടന്റ് അക്കോർഡിംഗ് ടു ഡിസിഷൻ യൂസ്ഫുൾ റിപ്പോർട്ട്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിൽ നമ്മൾ ATM വിഡ്രോ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അത് ആ റിപ്പോർട്ടിൽ വരും. ഓക്കെ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മാൻഡേറ്ററി റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ താഴെ വരുന്നുണ്ട്, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നീഡ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് ആവശ്യം? നമ്മൾ ആൾറെഡി അഡ്വാൻറ്റേജ് നോക്കിയാൽ അതൊക്കെ കുറേ എന്താ പറയുന്നത്, ഇതിൻ്റെ കുറേ റിപ്പീറ്റേഷൻ എന്ന് പറയാം, കുറേ പോയിന്റ്സുകൾ ഇതിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ ചാപ്റ്റർ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നീഡ് ആൻഡ് റിക്വയർമെന്റ്. സോ ഫസ്റ്റ് ഒരു പോയിന്റ് ആണ്, എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യകത, റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സെമി യൂസ്. ഫസ്റ്റ് വണ്ണാണ് ന്യൂമറസ് ട്രാൻസാക്ഷൻ. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം
is capable of handling large number of transactions with speed and accuracy. വളരെ സ്പീഡായിട്ടും വളരെ അക്യുറേറ്റ് കൂടി, അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കൃത്യതയോടുകൂടി ഒരുപാട് ട്രാൻസാക്ഷനെ ആർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റെക്കോർഡിംഗ് സിസ്റ്റം ഈസ് capable of quick and fast reporting because of speed and accuracy. വളരെ കൃത്യതയോടെ ഇപ്പൊ നമ്മളെ വിഡ്രോ ചെയ്യാൻ അപ്പൊ തന്നെ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് പെട്ടെന്ന്. പിന്നെ റിഡക്ഷൻ ഇൻ പേപ്പർ വർക്ക് ഒക്കെ എന്ത് ചെയ്യും? കമ്പാരിറ്റീവ്ലി കുറയും. മാനുവൽ അക്കൗണ്ട് റിക്വയർസ് എ ലാർജ് ഫിസിക്കൽ സ്റ്റോറേജ് കീപ് ദ അക്കൗണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ പാടെ നമ്മൾ ശരിക്കും ഇപ്പോൾ പേപ്പർ വർക്കിൽ ചെയ്യാച്ചാൽ എത്രത്തോളം പേപ്പർ ഉണ്ടാവും പറയാം, തീരൂല പേപ്പർ എത്ര ഉണ്ടാവും. ഓക്കെ, the requirement of stationary look of ഒക്കെ directly depend on certain points. ഒരു വലിയൊരു കമ്പനിയൊക്കെയാണ് നമുക്ക് ഒരു മിനിറ്റ് വരെയൊക്കെ ബുക്ക് എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്തോ ഒരു ഡിമെറിറ്റ് ഇല്ലാതെ. സോ അതെന്തായിരിക്കും ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലോട്ട് മാറ്റേണ്ടി വരും. പിന്നെ there is a dire need to reduce the paperwork. പേപ്പർവർക്ക് കുറക്കണം. ഡിസ്റ്റൻസ് ലാർജ് ഓർഡർ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒരുപാട് ലാർജ് ചെയ്യുന്നു. അതാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് റിപ്പോർട്ടിംഗ്. ഈ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെ റിപ്പീറ്റേഷൻ അഡ്വാൻറ്റേജിലും അതുപോലെ തന്നെ നീഡിലൊക്കെ ഏകദേശം ഒരേ പോയിന്റ് വരും. പിന്നെ അതുപോലെ ഫ്ലെക്സിബിലിറ്റി ആണ് റിപ്പോർട്ടിംഗ് ആണ് ഫ്ലെക്സിബിലിറ്റി കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം ആസ് കമ്പയർഡ് ടു മാനുവൽ സിസ്റ്റം. ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ് കാര്യങ്ങൾ. അക്കൗണ്ടിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം when we are compared with നമ്മുടെ മാനുവൽ സിസ്റ്റം. Reports of manual accounting system reveal the balance of accounting periodic basis when computerized system capable of generating reporting any of the balance required. നമ്മുടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അക്കൗണ്ടിങ് കാര്യങ്ങൾ. അടുത്തൊരു ബെനഫിറ്റാണ് അല്ലെങ്കിൽ നീഡാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം മാത്രം ഇന്നെന്ന് പറയുന്നത് ആക്ച്വലി മാനുവൽ സിസ്റ്റം ഇല്ല എന്ന് പറയാം. ചെറിയ ചെറിയ കടകളിലൊക്കെ അല്ലാതെ. There are accounting queries which are based on some external parameters. പല queries പറഞ്ഞാൽ എന്താ, പലതും ചോദിക്കും. ചിലപ്പോൾ ഓർഡർ ചോദിക്കും, എത്ര പൈസ കൊടുക്കുന്നത്. അപ്പൊ പല ക്വയറീസ് ആണ്. ചിലത് ബാങ്ക് ചോദിക്കും അസറ്റ് എത്ര ഉണ്ട്. സപ്പോസ് നമ്മളൊരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അസറ്റ് എത്ര ഉണ്ട് നോക്കും. നമ്മൾ എവിടെ നോക്കിയിട്ട് പറയും? എന്ത് നോക്കിയിട്ട് പറയണം? നമ്മുടെ അക്കൗണ്ട്സ് എവിടെയാണ്. ഫോർ എക്സാമ്പിൾ queries to identify customers who have not made the payment with the permissible credit period easily to answer the structured query language SQL. നോക്കി ഇവിടെ സപ്പോസ് മുതലാളി വന്നിട്ട് ചോദിക്കുകയാണ് എന്ത്, ആരാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള സമയത്തിന് കറക്റ്റായിട്ട് പേയ്മെന്റ് അടക്കാം. സോ അതൊക്കെ നമുക്ക് ഏത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട്. മറ്റേതാകുമ്പോൾ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എല്ലാ പേഴ്സൺസിനും ചെക്ക് ചെയ്യണം. ഇയാൾ തന്നൊക്കെ ഓരോന്നും ചെക്ക് ചെയ്യണ്ടായി. അപ്പോൾ ആ ഡിഫിക്കൽട്ടി ഓഫ് മാനുവൽ സിസ്റ്റം ഇതിലൊന്നുകൂടെ എളുപ്പമുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ഫിൽറ്റർ ഇടാൻ പറയും. ഫിൽറ്റർ support database technology. The system is difficult to expensive in terms of manpower, costly. It will be still worse in case of credit period of change. Online facility. അതാണ് ഓൺലൈൻ ഫെസിലിറ്റി. കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫേഴ്സ് ഓൺലൈൻ ഫെസിലിറ്റി. ഓൺലൈൻ ഫെസിലിറ്റി എന്താ നമുക്കറിയാലോ, ഓൺലൈനായിട്ട്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് വേണ്ടി സ്റ്റോർ ആൻഡ് പ്രോസസ്സബിൾ സ്റ്റോർ ചെയ്യാൻ പ്രോസസ് ചെയ്യാനൊക്കെ ടു റിട്രീവ് ദ ഇൻഫർമേഷൻ ആൻഡ് ജനറേറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഇത് റിട്രീവ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. സ്കേലബിലിറ്റി എന്താ, അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഫുള്ളി എക്സിക്യൂട്ടീവ് ആൻഡ് ഹാൻഡ്ലിംഗ് ഗ്രോയിങ് ട്രാൻസാക്ഷൻ ഓഫ് എ ഫാസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ ഇതിൽ വെച്ച് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജീസ് ഒന്നുമില്ല. അപ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. റിക്വയർമെന്റ് ഓഫ് അഡീഷണൽ മീൻസ് അവർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ ഓപ്പറേറ്റർ സ്റ്റോറിംഗ് ദ അഡീഷണൽ ഐറ്റംസ്. അപ്പോൾ നോക്കടാ, അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതിലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നോക്കും. ഞാൻ നമ്മൾ പറഞ്ഞു മൂന്നേരം കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഫുൾ കമ്പ്യൂട്ടർ ചെയ്യും. ഇതൊക്കെ സാധാരണ ഇല്ല. കൂടുതലായിട്ട് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം മാൻ പവർ പ്ലസ് കമ്പ്യൂട്ടർ. അക്യുറസി എടുത്താണ്ട് accuracy and the information content report generated by the
computerized accounting system accurate and quite available for decision making. നമ്മൾ ഈ അക്കൗണ്ടിങ്ങിലൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക അക്യുറേറ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു, മനസ്സിലായി, കൃത്യത ഉണ്ടാവും. ഓക്കെ, in the manual accounting system information are likely to distorted. ഇതിലൂടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ എറേഴ്സ് വരാൻ ചാൻസ് ആണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ മാനുവൽ സിസ്റ്റം ഇസ് വെരി ഡിഫിക്കൽട്ട് ടു സെക്യൂർ ഇൻഫർമേഷൻ. മാനുവൽ സിസ്റ്റത്തിൽ അത് സെക്യൂർ ചെയ്യാന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. കാരണം അത് സെതലുമ്പോൾ ഇപ്പം മാനുവലായിട്ട് നമ്മൾ ചൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ സെതലെന്ന് പോവാം, മെനി പ്രോബ്ലംസ് പ്രശ്നമുണ്ട്. ആരെങ്കിലും എടുത്തു പോകാം, എവ്രി വൺ, ഒരാൾക്ക് ആ ബുക്ക് കിട്ടുന്ന ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതൊരു പേജ് തീരെ പോയില്ല ഒരുപാട്. സോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സെക്യൂരിറ്റി. വേറെ കമ്പ്യൂട്ടർ സിസ്റ്റം only authorized accounting data security provided by the computer accounting system is security. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ ആവശ്യാനുസരണം ആർക്കാണ് നമ്മൾ എൻട്രി കൊടുക്കേണ്ടത് ഒരു ഓതറൈസേഷൻ കൊടുത്താൽ വിവാദം കൊടുത്താൽ അങ്ങനെ ഓതറൈസേഷൻ കൊടുക്കണം ഒരു പരിധി വരെ. എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? These basic requirements of the computer system are the following. എന്ന് പറയാം accounting framework. These the application environment computerized system helps an accounting framework terms of accounting, coding and grading system. ഒരു അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക് ആണ്. ദിസ് ദ ആപ്ലിക്കേഷൻ എൻവിറോൺമെന്റ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്തെങ്കിലും ആപ്ലിക്കേഷൻ എന്താണ് ടാലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടാക്കാം. എന്താണെന്ന് ഹെൽത്തി ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമായിട്ടുള്ള കാര്യം അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, വെൽ കൺവീനിയൻസ് ആൻഡ് ഡിസൈൻഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അത് ഓപ്പറേറ്റ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം കൂടെ നമ്മളത് കണ്ടിരിക്കും. അതുകൊണ്ട് അക്കൗണ്ടിംഗ് ഫ്രെയിംവർക്ക് ആണ് എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യം. ഓക്കെ, സോ നോക്കട്ടെ നമ്മൾ ഈ ഒരു ഇതോടുകൂടെ അപ്പം എന്ത് ചെയ്തു ചാപ്റ്റർ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ചാപ്റ്ററിൻ്റെയും കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇതൊക്കെയാണ് എക്സാമിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടത് എത്രത്തോളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൾറെഡി എന്തുണ്ട്, ലേണേഴ്സ് ഗൈഡ് ഉണ്ട്, അതിന് പുറമെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു, സ്പീഡ്, സ്റ്റോറേജ്, അക്യുറസി, diligence, versatility, communication, processing power. പിന്നെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ കണ്ടോ, ഇതിന്റെ എല്ലാത്തിൻ്റെയും സമ്മറി ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കൊടുക്കും. എന്താണ് കോമൺസ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, അതിൽ CPU എന്നുണ്ടാകും. പിന്നെ CPയുടെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്. അങ്ങനെ 3 യൂണിറ്റാണ്. The limitation of the computer and the cost of installation, cost of training, self decision maintenance, dangers for health issues. പിന്നെ CS എന്ന് പറഞ്ഞ സൈലന്റ് ഫീച്ചേഴ്സ് അതിൻ്റെ ഇതൊക്കെ. പിന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ നീഡ് ഫോർ അക്കൗണ്ടിംഗ് സിസ്റ്റം, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ എന്തുകൊണ്ടാണ് ആവശ്യകത. ഓക്കെ, അതോടുകൂടെ നിങ്ങളുടെ ടെർമിനൽ എക്സസൈസ് ഉണ്ട്. സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ. എക്സ്പ്ലെയിൻ ദ കമ്പ്യൂട്ടർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ്, എന്തൊക്കെയാണ് റോള്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ താഴെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കൂടാ, അതോടുകൂടെ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അതോടുകൂടെ ശരിക്കും ഈ ഒരു മൊഡ്യൂളും തീർന്നിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പഠിച്ചു ആക്ച്വലി ഈ ഒരു 10 മൊഡ്യൂളിൽ. ഇനി നമുക്ക് ശരിക്കും 2 മൊഡ്യൂളൂടെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ടിലൂടെ നോക്കിയിട്ട് നമുക്ക് അപ്പൊ ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പിന്നെ പാർട്ണർഷിപ്പ്, കമ്പനി അക്കൗണ്ട്സ് വന്നിട്ട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞല്ലോ TMA എന്നുള്ള സെക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നതാണ്, അല്ല പക്ഷെ അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കും, ജസ്റ്റ് കേട്ടിരിക്കുക TMA. കാരണം എന്താ വെച്ചപ്പോൾ TMAയുടെ സെക്ഷൻസ് എന്താണ്, TMAയുടെ സെക്ഷൻസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ ശരിക്കും അക്കൗണ്ടിങ് ഒരു കംപ്ലീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുകൂടെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കണം ഇതിൻ്റെ ഷോർട്ട് നോട്ടോട് വേണ്ടി വായിക്കാം. സോ നോക്കിക്കോ, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതിനെ വെച്ച് കുറേ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ചുകൂടെ ലെങ്തി ആയിരുന്നു അതേ ചാപ്റ്ററായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലിറ്റിൽ മോർ എന്തായിരുന്നു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. ജസ്റ്റ് സമ്മറി എടുത്തിട്ട് ഫസ്റ്റ് ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു പ്രത്യേകത, സ്പീഡ്, സ്റ്റോറേജ്, പിന്നെ കമ്പോണൻസ്, യൂസാലിറ്റി എന്താണെന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് റിവൈസ്. അതൊക്കെയായിരുന്നു പ്രോസസ്സിംഗ് പവർ, ഡിലിജൻസ് ഒക്കെ. പിന്നെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറോ, ഇൻപുട്ട് സ്റ്റോറേജ്, ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CPU. ഓക്കെ, CPUയിൽ തന്നെ പല പല യൂണിറ്റ്സ് ആണ് ഉണ്ടായത്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ, എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻ, പരിമിതികൾ. പിന്നെ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ എന്താ പറയുക അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുള്ളത് സിമ്പിളാണ്, ഇൻട്രിഗേറ്റഡ് ആണ്, ട്രാൻസ്പാരൻ്റ് ആണ്, കൺട്രോൾ ഉണ്ട്, അക്യുറസി, സ്പീഡ്, സ്കേലബിലിറ്റി. നമ്മൾ ശ്രദ്ധിച്ചാൽ ശരിയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്പ്യൂട്ടറിലും ഉണ്ടായിരുന്നു എന്ത്, സ്പീഡ്, അതുപോലെ തന്നെ സാലറി ഫീച്ചർ ഓഫ് ഉണ്ട്, സ്പീഡ്, അക്യുറസി, റിലയബിലിറ്റി ഒക്കെ. അപ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സുകളൊക്കെ അത് വെച്ച് പരിചയപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു 3-4 പോയിന്റ് കിട്ടാൻ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും, ഫുള്ളായിട്ട് പാസ് ആവണം. ഞാൻ പറയുന്ന ക്ലാസ്സസ് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്താൽ തന്നെ എന്തായാലും ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു വാച്ച് ചെയ്ത് എന്ത് ചെയ്താൽ മതി, കുറച്ച് പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാൻ. പിന്നെ പെർഫോമിംഗ് വേരിയസ് ഫങ്ഷൻസ് ഈസ് അക്യുറസി. പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ട് ഇക്വേഷൻസ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, എന്താണ് ഇക്വേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർവ് വന്നോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ടൈപ്സ് ഓഫ് റിസർവ് ആവശ്യമായിട്ടുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ സോഫ്റ്റ്വെയർസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഏതൊക്കെയാണ്, പേറോൾ പ്രോസസ്സിംഗ്, പേറോൾ എന്താണെന്ന് പറഞ്ഞു, ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ്, അതുപോലെ തന്നെ the computer help the applications of the perform the functions that carried on the accounting is done manually. Okay, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം, മാനുവൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യും. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, എന്താണ് അഡ്വാൻറ്റേജ്, ലാർജ് വോല്യൂം അല്ല, നോക്കുന്ന സ്കെയിലബിലിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും പറ്റും. ടൈംലി റിപ്പോർട്ടിംഗ്, ലോവർ കോസ്റ്റ്. ഈ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ അതിൽ കോസ്റ്റ് എഴുതിയാൽ മതി, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഒക്കെ ഉണ്ടാവും, ചിലവ് കൂടൂലടാ എന്ത് കമ്പ്യൂട്ടറൊക്കെ ആകുമ്പോൾ, അതെല്ലാത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരും. പിന്നെ നമ്മുടെ ഇതിൽ ബെനിഫിറ്റ് വയ്ക്കുമ്പോൾ സെക്യൂരിറ്റി, സ്കെയിലബിലിറ്റി, അതുപോലെ തന്നെ എന്താ സ്പീഡ്, അക്യുറസി, ഇതൊക്കെ എല്ലാത്തിലും. സ്പീഡ് ആൻഡ് അക്യുറസി എന്ന മീനിങ് അറിയാമെന്ന് വിചാരിക്കും. സോ ഇതിലേക്ക് ഏത് പോയിന്റ്സ്, ഈ ചാപ്റ്ററിൽ ഏത് പോയിന്റ്സ് എഴുതിയാലും ഇല്ല അഡ്വാൻറ്റേജ് സ്പീഡ് അക്യുറസി എഴുതാൻ പറ്റില്ല, അപ്പോൾ തന്നെ 2 മാർക്ക് വെച്ച് അവർ തരും. തെളിവുന്നില്ല. പിന്നെ ഫ്ലെക്സിബിലിറ്റി വിക്ടോറിയാണ്, ഫ്ലെക്സിബിൾ എന്ന് എഴുതിയാൽ മതി, എപ്പോൾ അഡ്വാൻറ്റേജസും ഫ്ലെക്സിബിൾ എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്വയറീസ്, അക്യുറേറ്റ്, അപ്ഡേറ്റ്, അങ്ങനെ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായി. അടുത്താണ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താണ് ലിമിറ്റേഷൻസ്, കൺട്രോൾസ്, ഡാറ്റ കറപ്ഷൻ, ട്രെയിൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് ഞാൻ ഒന്നുകൂടെ ഇത് പറയാം, കാരണം അതിനേക്കാൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് വരും. ഒന്നെന്ന് പറയുന്നത് എന്താ, കൺട്രോൾസ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സഫേഴ്സ് ഫ്രം ഫോളോയിങ്. ഒന്ന് കുറെ കൺട്രോൾസ് ഉണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കൺട്രോൾസ് ഒരുപാടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ കറപ്ഷൻ, വൈറസ് കയറിയിട്ട് ഡാറ്റ കറപ്റ്റ് ആവാനുള്ള ചാൻസ്. പിന്നെ ട്രെയിൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, നമ്മളെന്താ ട്രെയിൻഡ് ഒരാളെ അക്കൗണ്ടിങ് അറിയുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് കൊടുത്ത് ഇളക്കുന്നത്, അതൊരു ലിമിറ്റേഷൻ അല്ലേ. അതുകൂടെ കമ്പ്യൂട്ടർ ചെയ്താൽ ഒന്നും എളുപ്പമായിരുന്നില്ല. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ ചിലപ്പോൾ സോഫ്റ്റ്വെയറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇപ്പോൾ എന്താ പറയുക, ഡാറ്റ കൺസ്യൂമർ, കോസ്റ്റ്ലി ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത്. പിന്നെന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതാണ് എന്ത് ഒരു വളരെ ഒരുകൂടെ തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, കുറച്ച് തിയറി ഉണ്ട്. സോ നിങ്ങൾ ഒന്നുകൂടെ ഇതിൻ്റെയൊക്കെ നോട്ട് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം, നിങ്ങൾക്കൂടെ ബെറ്റർ ആയിട്ട് എഴുതുക. ഓക്കെ, കാരണം ഇവിടെ നിന്നൊക്കെ ഒരുപാട് തിയറി നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രാക്ടിക്കലിനേക്കാൾ ഒന്നുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായി, കാരണം എല്ലാത്തിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് എഴുതി
അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്പോൾ കഴിഞ്ഞിരിക്കും. സോ ബാക്കി ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഫോർ നമ്മൾ പർപ്പസ് ഓഫ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.